ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അല്ലു ദി നേച്ചർ ബ്ലോഗ്. അല്ലു ദി നേച്ചർ ബ്ലോഗിൻ്റെ പൊന്മുടി എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുന്നതാണ് കേട്ടോ പൊന്മുടി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ, വീഡിയോ അവസാനം വരെ കാണണേ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഗോൾഡൻ വാലി എന്ന പേരുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. രാവിലെ 8 മണി മുതലാണ് ടിക്കറ്റ് നൽകാൻ ആരംഭിക്കുന്നത്. ആ സമയം മുതലാണ് അങ്ങോട്ടുള്ള പ്രവേശനവും. എത്ര നേരത്തെ വന്നിട്ടും കാര്യമൊന്നുമില്ല, 8 മണിയാവും അങ്ങോട്ട് കയറി പോകാൻ കേട്ടോ. വെൽക്കം ടു പൊന്മുടി എന്ന ബോർഡൊക്കെ കാണാം. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 40 രൂപയാണ്, 2 വീലറിന് 20 രൂപയും. മറ്റ് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ടിക്കറ്റ് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് എത്തുന്നവർ നമ്മൾ ആ ടിക്കറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ. ടിക്കറ്റ് യാതൊരു കാരണവശാലും കളഞ്ഞു പോകരുത്. അപ്പോൾ മറ്റു വാഹനങ്ങളുടെ നിരക്കുകളുടെ കാര്യമാണ് ഈ ബോർഡിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അങ്ങനെ 8 മണിയായി. കൃത്യം 8 മണിക്ക് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. നമ്മളും ടിക്കറ്റ് എടുത്തു കേട്ടോ. കറക്റ്റ് 8 മണിയായപ്പോഴത്തേക്ക് പൊന്മുടിയിലേക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ ട്രാവൽ പാർട്ട്ണറും ഉറ്റ സുഹൃത്തുമായ ട്രിവാൻഡ്രം സഞ്ചാരിയുമായിട്ടാണ്. സഞ്ചാരി ഫ്രം ട്രിവാൻഡ്രം എന്നാണ് ഇൻസ്റ്റ ഐ ഡി കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളത് പോവാണ്. നമ്മൾ തൊട്ട് ഫ്രണ്ട് തന്നെ ഒരു സൈക്ലിംഗ് പോകുന്നുണ്ട്. ഈ നോക്കിയാൽ അല്ലേ. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഒരു നൈസ് ടീ ഗാർഡനാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും തേയില കൃഷി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാണ് ഇവിടെയൊക്കെ. പക്ഷേ അവർ ഉദ്ദേശിച്ച അത്രയും സക്സസ് ആയില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഇപ്പോഴും ഇവിടെ തേയില കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടീ ഫാക്ടറി ഉണ്ട് അടുത്ത്. ടീ ഫാക്ടറിയിലേക്കൊരു പ്രവേശനം ചോദിച്ചിട്ട് ഇന്ന് സൺഡേ ആയ കാരണം അങ്ങോട്ട് നമുക്ക് പോകാനൊന്നും പറ്റില്ല. മൂന്നാറിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും ഭംഗിയുള്ള തേയില തോട്ടങ്ങളൊന്നും അല്ല കേട്ടോ. അടുക്കും ചിട്ടയായിട്ടോ അല്ല ലെവൽ ചെയ്ത് ഉള്ള ഒരു തേയിലത്തോട്ടമൊന്നും അല്ല ഇവിടെ കാണുന്നത്. എന്നാലും പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് കുറച്ച് നേരം ചില്ലടിച്ച് നിൽക്കാൻ പറ്റിയൊരു ഏരിയ. കുറേ അങ്ങ് നടന്നൊക്കെ പോവാട്ടോ. ഇങ്ങോട്ടൊക്കെ വഴികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടന്ന് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ നടന്നു പോവാം, കുഴപ്പമൊന്നുമില്ല. നൈസ് ഏരിയയാണ് കേട്ടോ. ഇത്ര വർഷം പഴക്കമുള്ള തേയിലച്ചെടി ആയിരിക്കുമല്ലോ ഇത്. ആ വേരിൻ്റെയൊക്കെ ഒരു പവറുണ്ടോ, എത്ര ഒരു സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 20ാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ് കേട്ടോ. അവിടെ നിന്നുള്ള ഈ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല കിടിലൻ കാഴ്ചകളാണ്. പൊന്മുടിയിലേക്കുള്ള നിങ്ങൾ കാണുന്ന ഈ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. പകുതി റോഡ് നല്ലതും പകുതി റോഡ് മോശമാണ്. റോഡ് ഇട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 5-6 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റാവുമെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള ടാറിങ്ങൊക്കെ നടന്നു വരുന്നുണ്ട്.
നല്ല സ്മൂത്തായ ഡ്രൈവ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പൊന്മുടി എത്തുന്നതിന് കുറച്ച് മുമ്പ് റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട്, ചെറിയ റോഡുണ്ട്, മുകളിലൊക്കെ കയറി വരാൻ പറ്റുന്നു. ആ റോഡ് കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കിഡിലൻ വ്യൂ ആണ് കേട്ടോ ഇത്. 2 വലിയ പാറയുടെ ഇടക്കാണ് ഈ മരം ഉയർന്നു വന്നിരിക്കുന്നത്. ലോങ്ങിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് അസാധ്യ വ്യൂ ആണ്. കോടയും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ തന്നെ വേറെ ലെവലാണ്, നോക്കി. സൂപ്പർ അല്ലേ, കിട്ടില്ല വ്യൂ അല്ലേ. ഫുള്ള് അതിൻ്റെ വേരൊക്കെ കല്ലിൽ തന്നെ ഇറങ്ങി നിൽക്കുന്നത്. അതെ അതെ. അതിൻ്റെ വേര് മൊത്തം കല്ലില്ല. ഇത് നോക്കി, മണ്ണുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അത്. ആഹാ, ഈ വെയിലുള്ള സമയത്ത് ഇതിൻ്റെ താഴെ വന്നിട്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ നമ്മൾ പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് വെയിലുണ്ട് കേട്ടോ. വെയിലിന് അത്യാവശ്യം ചൂടുണ്ട്. ഞാൻ വന്ന സമയം എൻ്റെ എല്ലാ സ്ഥലങ്ങളെ പോലെ തന്നെ റോങ് ടൈമാണ് ഇവിടെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ലാതെ എന്താ പറയാനാ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൊന്മുടിയിൽ ആദ്യമായിട്ട് എത്തുന്നതിൻ്റെയും പൊന്മുടി ആദ്യമായി കാണുന്നതിൻ്റെയും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. ഈ കാണുന്നതൊക്കെ ISROയുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഈ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം കേട്ടോ. അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മളോട് ചോദിച്ചില്ലായിരുന്നു. ടിക്കറ്റ് ചെക്ക് ചെയ്തു. അത് പൊന്മുടിയിലോട്ട് കയറുവാണേ. അടിപൊളി വ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്മുടി ഹിൽസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കാണുന്ന കഫറ്റീരിയ, എക്കോ ഷോപ്പ്, മിനി തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, ഐസ്ക്രീം പാർലർ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങോട്ട് ഇറങ്ങി നേരെ ചെന്നാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കുട്ടികൾക്കും എല്ലാം പോകാൻ പറ്റിയൊരു നൈസ് ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ പ്രോപ്പർ പൊന്മുടിയിലെത്തിയിരിക്കുകയാണ്. സൈൻ ബോർഡൊക്കെ കണ്ടോ, പൊന്മുടി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. 2 വീലറിനാണെങ്കിലും കാറിനും ബസ്സിനും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഹ്യൂജ് പാർക്കിംഗ് ഏരിയാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് പൊന്മുടിയിലെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മളങ്ങ് നടന്ന് ചെല്ലുമ്പോൾ തന്നെ കുറച്ച് സൈൻ ബോർഡ്സ് ഒക്കെ കാണാവേ. ടവർ എന്ന് എഴുതിയത്, പാറക്കൊന്ന്, ഹെലിപ്പാഡ്. സൺഡേ കാരണം അത്യാവശ്യത്തിന് ആളുകളുണ്ട്. വരയാട് നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടോ. ചില സമയത്തൊക്കെ വന്നാൽ ഇവിടെ വരയാടുകളൊക്കെ കാണപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട്. വാവ്. പൊന്മുടി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് 3 ട്രെക്കിംഗ് ആണുള്ളത്. 1 വരയാട് മുട്ട, 2 മരുത്വാമല, 3 സീതാതീർത്ഥം. അപ്പോൾ അതിൻ്റെ റേറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നൈസ് വ്യൂ പോയിൻ്റ് ആയിട്ട് അവിടെ നോക്കിട്ടെ. ആഹാ, 360 ഡിഗ്രിയിൽ കറങ്ങി അടിച്ചു കിടക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ കാറ്റുള്ള കാരണം നമ്മളിപ്പോൾ അറിയുന്നില്ല അത്. പക്ഷെ ഇവിടുത്തെ
മനോഹരമായ ദൃശ്യങ്ങളൊന്നായി ഈ പുൽമേടുകൾ ഉണങ്ങി തുടങ്ങി. ഞാൻ ഈ അടുത്ത കാലത്ത് സന്ദർശിച്ച എല്ലാ സ്ഥലത്തെയും പുല്ലുകൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മഴക്കാലം ആക്ച്വലി ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ടൈം എന്ന് പറയുന്നത്, ആ കാലയളവ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വ്യൂ പോയിൻറ്റ്സുകളുണ്ട് ഇവിടെ. എവിടെ നിന്ന് നോക്കിയാലും താഴത്തെ മനോഹരമായ കാഴ്ചകളാണ്. ഒട്ടും അടുപ്പിക്കാത്തൊരു സ്ഥലമാണ് പൊന്മുടി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കോടയുടെ അപാരമായ മിസ്സിങ് ഉണ്ട്. അത് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു മിസ്സിങ് തന്നെയാണത്. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല. ഇപ്പം ഈ സ്ഥലത്ത് ഇപ്പം കിട്ടുന്ന ഉള്ള അതിമനോഹരമായ കാഴ്ചകൾ പകർത്തി പോകാമെന്ന് മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. പൊന്മുടിയെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലും അല്ലാതെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാണുന്ന വീഡിയോയിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കോടയും മഴയും കാര്യങ്ങളൊക്കെ ഉള്ള മനോഹരമായ വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ടത് ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. എന്ത് ചെയ്യാനാണ്, എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ തന്നെ നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തു. അല്ല പിന്നെ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ കോടയുള്ള സമയത്ത് വരാം. ഈ കാണുന്ന മലയിലാണ് ടവർ പോയിൻ്റ് ഉള്ളത് കേട്ടോ. ഇതാണ് ടവർ പോയിൻ്റ്. പക്ഷേ ഇപ്പം അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. എൻ്റെ താഴെ നിന്ന് ആ പാറക്കോട്ടങ്ങളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ പൊന്മുടിയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. പൊന്മുടി തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 62 കിലോമീറ്റർ ഉള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. മനോഹരമായ ഹിൽ സ്റ്റേഷനാണ്. ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ച് ആകുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മഞ്ഞ് വരാം, മഴ വരാം, ചൂട് വരാം, കാറ്റ് വരാം. എല്ലാത്തരം ഋതുക്കളും വളരെ കുറഞ്ഞ സമയത്തുള്ളിൽ മാറി മറിഞ്ഞ് വരുന്നൊരു അപൂർവ ലൊക്കേഷനാണ് പൊന്മുടി. പൊന്മുടിക്ക് ഈ പേര് വരാൻ കാരണം വനദേവതകൾ ഇവിടെ പൊന്നു സൂക്ഷിക്കുന്നു കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ചിലരുടെ വിശ്വാസമാണ്. മറ്റു ചിലർ പറയുന്നത് ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട് ചില ദൈവിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പേര് കൊണ്ടാണ് പൊന്മുടി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വെയിലും നല്ല ചൂടുമായിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം മഴക്കാലത്ത് ഒന്നുകൂടി വരാം. ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളാണ് ഇവിടെ സീസൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒന്നുകൂടെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിലും ഈ പാറപ്പുറത്തും കൂടെ ഒന്ന് കയറി അവിടെ നിന്നും കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. നല്ല വെയിലും പാറപ്പുറത്തേക്ക് ഞാൻ വലിയ കയറിയിട്ടു. പൊന്മുടി കൂടെ നമ്മുടെ ആനവണ്ടി പോകുന്ന കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയത്. തിരുവനന്തപുരത്ത് നിന്നേ ഡയറക്റ്റ് പൊന്മുടിയിലേക്ക് ബസ് റൂട്ടുള്ളതാണ് കേട്ടോ. KSRTC ബസ് മാത്രമേ ഉള്ളൂ. അതിലൊരു ബസ് ഇതേ പൊന്മുടിയിൽ എത്തിച്ചേരുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ആ പാറപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന സമയം കൊണ്ട് തന്നെ ആ വന്ന ആനവണ്ടി അതിവേഗത്തിൽ തിരിച്ചു പോയി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അതിനകത്ത് കയറാൻ. അവരെയും കൊണ്ട് അതിവേഗത്തിൽ അത് നമ്മുടെ കൺമുന്നിൽ മറഞ്ഞു. ഈ ഹോട്ടൽ നിങ്ങളൊന്ന് നോക്കി വെച്ചു കേട്ടോ. ആസിയ റെസ്റ്റോറൻറ്റ് നല്ല കിഡിലും ഫുഡാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുട്ടും ബീഫ് കറിയും പപ്പടമൊക്കെ കൂട്ടി ഒരു അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല കിഡിലും ഫുഡായിരുന്നു, ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഇപ്പോൾ വരുന്നവർ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഈ അമ്പലമില്ലേ, അമ്പലം ശ്രീ കല്ലാർ മാരിയമ്മ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കേട്ടോ. ആസിയ, വീട്ടിലെ കട വീട്ടിലെ ഊണ്. കല്ലാറിൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പൊന്മുടിയുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും വണക്കം. താങ്ക് യു.